ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇഷ്ടപരമ്പരയായിട്ടുള്ള സാന്ത്വനം സീരിയലിലെ പുതിയൊരു റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ സാന്ത്വനത്തിൽ ഇനി നടക്കാൻ പോകുന്ന നല്ലൊരു ഭാഗമാണ് പറയാൻ വേണ്ടി പോണത്. ഇത് തമിഴിലെ ഭാഗം കൂടി ഞാൻ ഉൾപ്പെടുത്തി പറയുകയാണ് കേട്ടോ. തമിഴിലെ പോലെ തന്നെയാണ് നമ്മുടെ മലയാളത്തിലും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തമിഴിലെ സീനും കൂടി പറയുന്നുണ്ട്. അങ്ങനെ ആകാശിനെയും അതുപോലെ തന്നെ നമ്മുടെ ആര്യനെയും കൂടി അവസാനം അറസ്റ്റ് ചെയ്തുകൊണ്ട് വരികയാണ്. അപ്പോൾ അവർ വരുമ്പോഴേക്കും അവിടുത്തെ കോൺസ്റ്റബിൾ പറയണ്ട, അപ്പോൾ കോളം അല്ലെന്ന് അറിയാനായി ഒരാൾ മാത്രം വന്നാൽ മതി, മീനാക്ഷി എന്ന് പറയാണ്. അത് കേൾക്കുമ്പോഴേക്കും ഗോമതിയും ബാലനും കൂടി അവിടുത്തെ കോൺസ്റ്റബിളിന്റെ കാല് പിടിക്കുന്ന പോലെ പറയണ്ടേ, വേണ്ട മേഡം, മീനാക്ഷിനെ കൂട്ടിക്കൊണ്ടുവരല്ലേ, അവള് വില്ലേജ് ഓഫീസിലാണ് ജോലി ചെയ്യുന്നത്, അവൾക്ക് ഇതൊക്കെ നാണക്കേടായിരിക്കും, അതുകൊണ്ട് വേണ്ട മേഡം, അവളുടെ ജോലിനെ ബാധിക്കും, അവളുടെ പ്രൊമോഷനെ ബാധിക്കും, അതുകൊണ്ട് അവളെ മാത്രം ഒന്ന് വെറുതെ വിടണം എന്ന് പറയാണ്. ഇത് കേൾക്കുന്ന പോലീസ് പറയേണ്ടതും, അവൾ ഏത് വലിയ ആളാണെന്ന് പറഞ്ഞാലും അവൾക്കെതിരെയും പരാതി തന്നിട്ടുണ്ട്, നിങ്ങളുടെ ആരുടെയൊക്കെ പേരിലാണ് ദേവി പരാതി തന്നിരിക്കുന്നത്, എല്ലാവരുടെ പേരിലുള്ള ആൾക്കാർ ഇവിടെ എത്തിയിരിക്കണം, ഇനി മീനാക്ഷി മാത്രമേ ഉള്ളൂ, സമാധാനത്തോടെ ജോലി എടുക്കട്ടെ, 4 മണിയാകുമ്പോഴേക്കും ജോലി കഴിയുമല്ലോ, അതിനുശേഷം ഞങ്ങൾ കൂട്ടിക്കൊണ്ട് വന്നോളാം എന്ന് പറയാണ്. അങ്ങനെ 3:45 ആകുമ്പോഴേക്കും പോലീസുകാർ മീനാക്ഷിനെയും കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ മീനാക്ഷി ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വീണ ചേച്ചിയുടെ കൂടെ സംസാരിച്ചുകൊണ്ട് സന്തോഷത്തോടെ ഇറങ്ങി വരുമ്പോഴാണ് പോലീസ് വണ്ടി അവിടേക്ക് വരുന്നത് കേട്ടോ. പോലീസ് വണ്ടി കാണുമ്പോൾ മീനാക്ഷി വീണയും കൂടി പരസ്പരം മുഖത്തോട് മുഖം നോക്കാണ്. മീനാക്ഷി ചോദിക്കേണ്ടത്, എന്താ മേഡം, എന്താ കാര്യം? അതെ, നിങ്ങളുടെ പേരില്ലേ മീനാക്ഷി? അതെ, നിങ്ങൾ വണ്ടിയിലേക്കൊന്ന് കയറണം. എന്താ മേഡം, എന്താ കാര്യം? കാര്യം പറഞ്ഞാലേ നീ വണ്ടിയിലേക്ക് കയറുള്ളൂ. അതെ, കാര്യം പറഞ്ഞാലേ വണ്ടിയിൽ കയറുള്ളൂ. അപ്പൊ വീണ ചേച്ചിയും പറയണ്ട്, അത് ശരിയാണല്ലോ മേഡം, കാര്യം അറിയാതെ എന്തിനാ പോലീസ് ജീപ്പിൽ കയറണത്? എങ്കിലേ അറിഞ്ഞോ, ഇവരുടെ ചേട്ടനുണ്ടല്ലോ, അതായത് ഭർത്താവിന്റെ ചേട്ടൻ ആനന്ദ്, അവരുടെ ഭാര്യ ശ്രീദേവി ഒരു പരാതി തന്നിട്ടുണ്ട് ഗാർഹിക പീഡനത്തിന്. ഇത് കേൾക്കുന്ന മീനാക്ഷി, ദേവിയെടുത്ത് പരാതി തന്നോ, അതും ഗാർഹിക പീഡനത്തിന്? അതെ, നിങ്ങളുടെ വീട്ടിലെ എല്ലാവരുടെയും പേര് ഉൾപ്പെടെ മെൻഷൻ ചെയ്തിട്ടാണ് പരാതി തന്നിരിക്കുന്നത്, ബാക്കി എല്ലാവരും പോലീസ് സ്റ്റേഷനിലുണ്ട്, ഇനി നിങ്ങളെ മാത്രമേ അറസ്റ്റ് ചെയ്യാനുള്ളൂ. ഒരു പാവപ്പെട്ട പെൺകുട്ടീനെ ചതിച്ച് പറ്റിച്ച് വഞ്ചിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നതും പോരാ, അവളെ പീഡിപ്പിച്ചു ഒരു വകയാക്കി നിങ്ങളല്ലേ, മരതിക്ക് വണ്ടി കയറി, ഇനി കൂടുതൽ വിവരങ്ങളെങ്കിലും നിങ്ങൾക്കറിയണോ എന്ന് ചോദിക്കുകയാണ്. ഇതേക്കുന്ന മീനാക്ഷി വീണ ചേർത്ത് പറയണ്ട്, ചേച്ചി ചേച്ചി പോയിക്കോ, ഇതേ കള്ളക്കേസാണ്, ഇതെങ്ങനെയാ തെളിയിക്കേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, വീണ എൻ്റെ എന്തെങ്കിലും ഹെൽപ്പ് വേണോ, വക്കീലിനെങ്ങാനും വേണ്ട ചേച്ചി, ഞാൻ എന്തിനുണ്ടെങ്കിൽ പറയാം എന്ന് മീനാക്ഷി പറയണ്ട്. മീനാക്ഷി അങ്ങനെ പോലീസ് ജീപ്പിലേക്ക് കയറാണ്. അതെല്ലാവരും കണ്ടുകൊണ്ടിരിക്കട്ടെ. മീനാക്ഷിക്ക് ചെറിയ നാണക്കേടൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വരുവാണ്. മീനാക്ഷി എല്ലാവരും കാണുമ്പോൾ ആകെ ഞെട്ടിപ്പോണം. അച്ഛ, അമ്മേ, മിത്രേ, അനുമോളെ, ആര്യ, ആകാശേ, എന്തൊക്കെയാ ഇത്? ആനന്ദേട്ട, എന്തൊക്കെയാ ആനന്ദേട്ട ഇത് എന്ന് ചോദിക്കുമ്പോഴേക്കും, എന്ത് പറയാനാ, അവള് ആ ദേവി പരാതി കൊടുത്തിരിക്കുക, ഇല്ല ഒരിക്കലും ദേവി എടുത്ത് പരാതി കൊടുക്കില്ല എന്ന് പറയുമ്പോഴേക്കും മിത്ര പറയേണ്ട, അതെ, അത് തന്നെയാ മീനു ചേച്ചി ഞാനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ ദേവിയടുത്തേക്ക് ഒരിക്കലും ഇങ്ങനത്തെ ഒരു പരാതി കൊടുക്കാൻ സാധിക്കില്ല. അതെ അമ്മേ, അച്ഛൻ, നിങ്ങൾ വിശ്വസിക്കുക, ഒരിക്കലും ദേവിയടുത്ത് ഇങ്ങനത്തെ ഒരു പരാതി തരില്ല എന്ന് പറയുമ്പോഴേക്കും ഗോമതി പറയണ്ടേ, ശരിയാ, അങ്ങനെ തന്നെയാണ് ഞാൻ വിശ്വസിച്ചത്, പക്ഷെ ഇത്രയും നേരെ അവളുടെ അച്ഛനും അമ്മയും കൂടി പരാതി കൊടുത്തത് അവൾ അറിഞ്ഞില്ലെന്നാണോ മീനു നീ പറയണത്? അവൾ പരാതി കൊടുക്കാതെ ആ പരാതിയിൽ എങ്ങനെയാ അവളുടെ ഒപ്പ് വരുന്നത് എന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുന്ന ദേവി നമ്മുടെ മീനാക്ഷി ആണെങ്കിൽ കോൺസ്റ്റബിൾത്ത് പറയണ്ട്, ആ പരാതി എനിക്കൊന്ന് കാണിച്ചു തരാമോ, അത് ദേവിയെടുത്തിട്ട് ഒപ്പ് തന്നെയാണെന്ന് ഒന്ന് നോക്കാനാണ് എന്ന് പറയാണ്. കോൺസ്റ്റബിൾ ആണെങ്കിൽ ആകെ വെള്ളം കുടിച്ചു പോകട്ടെ, ഈശ്വര, ഈ ഒപ്പും ദേവിയുടെ അല്ലെന്ന് ഇവള് കണ്ടുപിടിക്കുമല്ലോ, കാരണം ഒപ്പിട്ടിരിക്കുന്നത് ആ കോൺസ്റ്റബിൾ ആണല്ലോ, പൈസക്ക് വേണ്ടിയിട്ട്, കൈക്കൂലിക്ക് വേണ്ടിയിട്ട്. മീനാക്ഷി വീണ്ടും വീണ്ടും ചോദിക്കേണ്ടത്, ആ പരാതി ഒന്ന് കാണിച്ചതാ മേഡം, ഞാൻ നോക്കട്ടെ ആ ഒപ്പിട്ടിരിക്കുന്ന ദേവിയെടുത്ത് തന്നെയാണെന്ന്, കാരണം ദേവിയെടുത്തിൻ്റെ ഒപ്പ് എനിക്ക് നന്നായിട്ട് അറിയാം, ആ ഒപ്പ് ദേവിയെടുത്തിലാണോ അതോ കള്ളൊപ്പാണോ എന്നൊക്കെ എനിക്കൊന്ന് പരിശോധിക്കണം എന്ന് പറയാണ് നമ്മുടെ മീനാക്ഷി. കോൺസ്റ്റബിൾ പറയണ്ട്, അതെ, വരുന്നവർക്കും പോണവർക്കൊന്നും പരാതി അങ്ങനെ കാണിച്ചു കൊടുക്കാൻ പറ്റുമെന്നില്ല, നിങ്ങളെ ഇവിടെ വെയിറ്റ് ചെയ്യും, CA മേഡം അപ്പുറത്തുണ്ട്, ഒരു കേസിന്റെ കാര്യത്തിന് വേണ്ടി നിൽക്കുകയാണ്, മേഡം വരട്ടെ, അതിനുശേഷം എന്താച്ചാ ചെയ്യാം എന്ന് പറയാണ്. മീനാക്ഷിയാണെന്നുണ്ടെങ്കിൽ ആകെ വിഷമിച്ച് നിൽക്കാട്ടോ, ആരും വിഷമിക്കേണ്ട, ഞാനൊന്ന് ആ CA മേഡത്തിനെ കാണട്ടെ, എന്തായാലും ഇത് കള്ളക്കേസാന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല എന്ന് പറഞ്ഞിട്ട് മീനാക്ഷി നേരെ CAയുടെ റൂമിലേക്ക് പോവാട്ടോ. അവിടെ പോകുന്ന മീനാക്ഷി നോക്കുമ്പോഴേക്കും CA അങ്ങോട്ട് തിരിഞ്ഞു നിന്നിട്ട് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പം മീനാക്ഷി ഇങ്ങനെ, എക്സ്ക്യൂസ് മീ മേഡം എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും യെസ് എന്ന് പറഞ്ഞിട്ട് CA തിരിയാണ്. മീനാക്ഷി ആകെ ഷോക്ക് ആവാട്ടോ, ഇവർ തമ്മിൽ പരിചയമൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇങ്ങനെ മീനാക്ഷി ഇങ്ങനെ, മേഡം ഇത് കൊടുത്തിരിക്കുന്നത് കള്ളപ്പരാതിയാണെന്ന് പറയുമ്പോൾ, ഇത് മീനാക്ഷി അല്ലേ? അതെ,
എന്ന് പറയുമ്പോഴേക്കും എന്നെ മനസ്സിലായോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോഴേക്കും ഒരു പരിചയമുള്ളവരാട്ടോ. പക്ഷെ പരിചയമുള്ളവരാച്ചിട്ട് കേസും ആ കാര്യങ്ങളൊന്നും മായച്ച് തേച്ച് കളയാൻ പറ്റത്തൊന്നുമില്ലല്ലോ. മീനാക്ഷി പറയുന്നുണ്ട് ഇത് കള്ളക്കേസാണ് കേട്ടോ, ഇതിങ്ങനെ ദേവിയെടുത്ത് ഇങ്ങനെ പരാതി കൊടുത്തിട്ടൊന്നുമില്ല, ഇത് കള്ളൊപ്പാണ് ഇട്ടിരിക്കുന്നത്, ദേവിയെടുത്തിൽ ഒപ്പ് ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് നമ്മുടെ മീനാക്ഷി. ഇത് കേൾക്കുന്ന CA ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ കോൺസ്റ്റബിളെ വിളിക്കുകയാണ്. എടോ, ഈ പരാതിയിൽ ഒപ്പിട്ടിരിക്കുന്നത് ദേവിയല്ലേ, അപ്പോൾ ദേവി ഇതുവരെ പോലീസ് സ്റ്റേഷനിൽ വന്നില്ലേ? അപ്പോൾ ആ CA പറയുന്നുണ്ട്, ആ CA അടുത്ത് പറയുന്നുണ്ട് കോൺസ്റ്റബിൾ, അത് മേഡം ദേവി തന്നെയത് ഒപ്പിട്ടിരിക്കണതെന്ന് പറയുമ്പോൾ മീനാക്ഷി പറഞ്ഞു നിങ്ങൾ വെറുതെ കള്ളം പറയണ്ട, ദേവി എടുത്തിട്ട് ഒപ്പ് ഇങ്ങനെയല്ല, പ്ലീസ് ദൈവത്തെ ഓർത്ത് നിങ്ങളിങ്ങനെ കള്ളത്തരം ചെയ്യല്ലേ, നീതി നിയമത്തിന്റെ കൂടെയല്ലേ നിങ്ങൾ നിൽക്കേണ്ടത്, അല്ലാതെ കള്ളത്തരത്തിന്റെ കൂടെ അല്ലല്ലോ എന്നൊക്കെ കോൺസ്റ്റബിൾ പറയാണ്. അതിനുശേഷം മീനാക്ഷി പറയണ്ട, മേഡം ദൈവത്തെ ഓർത്ത് ദേവിയെടുത്തിനൊന്ന് പോയി കാണണം, ദേവിയെടുത്ത് നടന്ന സംഭവങ്ങളൊക്കെ തുറന്നു പറയും, എനിക്ക് തോന്നുന്നു ദേവിയെടുത്ത് ഇതൊന്നും അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ലായിരിക്കും എന്ന് പറയണം. അതിനുശേഷം CA വിചാരിക്കുകയാണ് ശരിയാണല്ലോ, എന്തായാലും ആ ഉദയഭാനും ശ്രീകലയും വരട്ടെ, അവരുടെ കൂടെ ദേവി ഉണ്ടെങ്കിൽ ദേവിയോട് സത്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കണം, അഥവാ ദേവി ഇല്ലെന്നാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, ഇത് കള്ളപ്പരാതിയാണെന്ന്. അങ്ങനെ CA ഇങ്ങനെ കാത്തിരിക്കുന്ന സമയത്ത് ഒരു അവസാനം ഉദയഭാനും ശ്രീകലയും കൂടി വരുന്നുണ്ട് കേട്ടോ. അവരോട് CA ചോദിക്കണ്ടല്ല, നിങ്ങളുടെ മകൾ ദേവി എവിടെ, അവരാണല്ലോ പരാതി തന്നത്, അവരാണല്ലോ ആദ്യം ഇവിടെ എത്തേണ്ടത്, അല്ലാതെ നിങ്ങളല്ലല്ലോ, പീഡനം അനുഭവിച്ചത് നിങ്ങളല്ലോ, നിങ്ങളുടെ മകൾ ദേവിയല്ലേ, അതുകൊണ്ട് ദേവി എവിടെ എന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന സ്ത്രീകളെ പണ്ടായോ, മേഡം അവൾക്ക് വരാൻ പറ്റാത്ത അവസ്ഥയാണ് മേഡം, അവൾക്ക് എഴുന്നേറ്റ് നടക്കാൻ പോലും വയ്യ, അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടിട്ട് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നേ ഉള്ളൂ, അവൾക്ക് ഭയങ്കര പനിയും ചുമയും, എഴുന്നേറ്റ് നടക്കാൻ പോലും വയ്യ മേഡം. ശരി, നിങ്ങളുടെ മകൾ എഴുന്നേറ്റ് നടക്കണ്ട, പക്ഷെ ഞങ്ങൾക്കൊരു കുഴപ്പമില്ലല്ലോ, ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് പോയി നിങ്ങളുടെ മകളെ കണ്ടോളാം. അത് കേൾക്കുമ്പോൾ ഉദയഭാനും ഈശ്വര ഇവർ പോയി കണ്ടതിനാ തീർന്നല്ലോ എല്ലാം എന്ന് വിചാരിക്കുകയാണ്. സ്ത്രീകളെ പണ്ട് വേണ്ട മേഡം, അവളുടെ മാനസികാവസ്ഥ ഒന്നും ശരിയല്ല, അവൾ ആകെ തകർന്നു പോയിരിക്കുക, മേഡം എന്തെങ്കിലും ചോദിച്ചാലും അവൾ ചിലപ്പോൾ സത്യങ്ങളൊന്നും പറഞ്ഞില്ലെന്ന് വരും, കാരണം അവൾക്ക് ഇപ്പോഴും അവളുടെ ഭർത്താവായിട്ടുള്ള ആനന്ദിനെ അത്ര ഇഷ്ടമാണ് മേഡം, ഇന്നല്ലെങ്കിൽ നാളെ ആനന്ദ് കൂട്ടിക്കൊണ്ടുവരുന്ന പ്രതീക്ഷയിലാണ് മേഡം അവൾ അവിടെ കഴിയണത്. ആഹാ, അത് കൊള്ളാലോ, അതിലെന്തൊക്കെയോ ഒരു പന്തികേടുണ്ടല്ലോ, നിങ്ങളുടെ മകൾ ഇവിടെ കൂട്ടിക്കൊണ്ടുവരില്ല, ഞാൻ അവിടെ പോയി കാണാന്ന് വെച്ചാൽ അതിന് സമ്മതിക്കൂല. കോൺസ്റ്റബിൾ വണ്ടി എടുക്ക്, നമുക്ക് നേരെ ദേവിയുടെ വീട്ടിലേക്ക് പോകണം എന്ന് പറയുമ്പോഴേക്കും ദേവി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. കാരണം ദേവിക്ക് എന്തൊക്കെയോ സംശയം തോന്നിയിട്ടാണ് ദേവി അവിടേക്ക് വരുന്നത്. ദേവിനെ കാണുമ്പോൾ തന്നെ ഉദയഭാനും സ്ത്രീകളെ ഈശ്വര ദേവി ഇവിടെ എത്തിയോ. മീനാക്ഷി വേഗം ദേവിയുടെ അടുത്തേക്ക് പോകണം. ദേവിയെടുത്തേയും കൂടി അറിഞ്ഞിട്ടാണോ ഇപ്പൊ ഇങ്ങനത്തെ ഒരു പരാതി കൊടുത്തിരിക്കുന്നത്? എന്താ മോളെ, എന്താ കാര്യം? എനിക്കൊന്നും അറിയില്ല, പക്ഷെ അച്ഛനും അമ്മയും കൂടി എന്തോ വലിയൊരു ഉഡായിപ്പ് ചെയ്യണതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു, അതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. എന്താ മോളെ, എന്താ പ്രശ്നം? അയ്യോ, ഇവിടെ എല്ലാവരും ഉണ്ടല്ലോ, അമ്മേ, അച്ഛ, അനുമോളെ, മിത്രേ, അയ്യോ ആകാശ്, ആനന്ദ് എല്ലാവരും ഉണ്ടല്ലോ. വേഗം തന്നെ CAനോട് ചോദിക്കണ്ട ദേവി, എന്താ മേഡം, എന്താ പ്രശ്നം? ഓഹോ, അപ്പം നിങ്ങൾക്കൊന്നും അറിയില്ലേ? ഇല്ല, നിങ്ങൾ തന്ന പരാതിയിലാണ് ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പരാതി തന്നോ? ഇല്ല മേഡം, എൻ്റെ കുടുംബമായത്, ആ കുടുംബത്തിനെതിരെ ഞാൻ ഒരിക്കലും പരാതി തരില്ല. എങ്കിൽ നിങ്ങൾ കേട്ടോ, നിങ്ങളുടെ ഈ അച്ഛനും അമ്മയും കൂടി ചേർന്നിട്ടാണ് നിങ്ങൾ ഒപ്പിട്ട ഈ പരാതി എനിക്ക് കൊണ്ടുവന്ന് തന്നത്. ഇല്ല മേഡം, ഇത് ഞാൻ സൈൻ ചെയ്തിട്ടില്ല, ഇത് എൻ്റെ ഒപ്പല്ല മേഡം എന്ന് പറയാണ്. അങ്ങനെ CAക്ക് ഏകദേശം കാര്യം മനസ്സിലാവാണ്. അവിടുത്തെ കോൺസ്റ്റബിളും നമ്മുടെ ഉദയഭാനും നമ്മുടെ ശ്രീകലയും കൂടി ചേർന്നിട്ട് ഒരു ഉഡായിപ്പ് നാടകം കളിച്ചെന്നുള്ള മഹാസത്യം ഇത് മനസ്സിലാക്കുന്ന CA പിന്നീട് ഒരു തീരുമാനം എടുക്കുകയാണ്. അവിടുന്ന് ദേവമംഗലത്തിൽ എല്ലാവരെയും പറഞ്ഞയക്കാണ്. ഇനി ജയിലിൽ കിടക്കാൻ പോണത് ഉദയഭാനും ശ്രീകലയും കൂടി ആയിരിക്കും കേട്ടോ. എന്തായാലും കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.